എൻ്റെ മോന്ത കണ്ടെന്നിങ്ങോ എൻ്റെ മുത്തപ്പ അരമണിക്കൂർ 3/4 മണിക്കൂറോളം ഞാൻ ഈ ഒരു ക്യൂവിൽ പെട്ടുപോയി. കലശം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ കഴിച്ചത് പിടി ഒട്ടും മുന്നോട്ട് പോകാതായപ്പോൾ ഇവിടെ കയറി നിന്നതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാൻ ഉണ്ണിയും കലശം കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ എത്തുമ്പോഴത്തേനും നല്ല തിരക്കുണ്ടായിരുന്നു. ഉണ്ണിയുടെ ലൈഫിലെ ആദ്യത്തെ കലശമായതുകൊണ്ട് സന്തോഷവും അതിലുപരി എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഉണ്ണി ഇവിടെ എത്തിയത്. നല്ല ജനത്തിരക്കുണ്ടായിരുന്നു. ഉത്തര മലബാറിലെ തെയ്യാട്ടക്കാലത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് മന്നംപുറത്ത് കാവിൽ വർഷം തോറും ഇടവ മാസത്തിൽ നടക്കുന്ന പ്രധാന ഉത്സവമാണ് കലശോത്സവം. ദ്രാവിഡ പാരമ്പര്യവും തനിമയും ഒത്തിണങ്ങിയ ഈ ഉത്സവം വൻ ഭക്തജന പങ്കാളിത്തത്താൽ ശ്രദ്ധേയമാണ്. തുലാം 10-ന് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരാർകാവിലെ കളിയാട്ടത്തോടെ തുടങ്ങുന്ന തെയ്യക്കാലം ഇടവ മാസത്തിൽ ഈ കലശത്തോടെ അവസാനിക്കുന്നു. കലശോത്സവത്തിൻ്റെ അവസാന നാളുകളിൽ മടിയങ്കുലത്തെ കലശം കഴിഞ്ഞയുടനെയാണ് ഇവിടെ തെയ്യങ്ങൾ തുടങ്ങുന്നത്. മന്നംപുറത്ത് കാവിലമ്മ, നടയിൽ ഭഗവതി, ക്ഷേത്രപാലകൻ തെയ്യങ്ങളാണ് പ്രധാനമായും കെട്ടിയാടുന്നത്. ഉത്തര മലബാറിൽ ആ വർഷം കെട്ടിയാടുന്ന അവസാനത്തെ തിരുമുടിയും മന്നംപുറത്ത് കാവിലമ്മയുടേതാണ്. ഈ തിരുമുടി താഴുന്നതോടെ മലബാറിലെ ചെണ്ടകൾ അടുത്ത 5 മാസത്തേക്ക്, അതായത് തുലാം 10 വരെ നിശബ്ദമാകും. ഈ ഒരു കലശോത്സവത്തിൻ്റെ പ്രധാന ആകർഷണം മനോഹരമായി അലങ്കരിച്ച വലിയ കലശകുംഭങ്ങളാണ്. തീയ സമുദായത്തിൽപ്പെട്ട ബാല്യക്കാരാണ് തെക്കു വടക്ക് കളരികളിൽ നിന്നും ഈ കലശങ്ങൾ തോളിലേറ്റി ആർപ്പുവിളികളോടെ ക്ഷേത്രത്തിലോട്ട് കൊണ്ടുവരുന്നത്. കലശദിനത്തിൽ മന്നംപുറത്ത് കാവിലമ്മ, ക്ഷേത്രപാലകൻ തെയ്യക്കോലങ്ങൾ തിരുമുടി നിവർത്തുന്നു. തെയ്യക്കോലങ്ങൾ ഈ കലശകുംഭങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തെ വലംവെക്കുകയും ചെയ്യുന്നു. ഭക്തർക്ക് അരിയും കുറിയും നൽകി അനുഗ്രഹിച്ച ശേഷം തെയ്യങ്ങളുടെ തിരുമുടി താഴുന്നതോടെ അടുത്ത തുലാം 10 വരെ ഉത്തര മലബാറിൽ തെയ്യങ്ങളുടെ വരവറിയിച്ചുള്ള ചെണ്ടമേളങ്ങൾ കേൾക്കില്ല. ഉത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന വലിയ കലശച്ചന്തയും മലബാറിലെ വലിയൊരു സാംസ്കാരിക കൂട്ടായ്മയാണ്. ഏകദേശം 6 ഏക്കറോളം വരുന്ന ഇടതൂർന്ന കാടിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂറ്റൻ മരങ്ങളും അപൂർവ വള്ളിച്ചെടികളും നിറഞ്ഞ ഈ കാവ് പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു ജൈവ വൈവിധ്യ കേന്ദ്രം കൂടിയാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയാലേ തിരക്കിൽ പെട്ടുപോയി, അവിടെ കുടുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. മുന്നോട്ടും പോകില്ല, പിറകിലോട്ടും പോകാത്തൊരവസ്ഥയായിപ്പോയി. എന്ത് പറയാനൊന്നും പറയാനില്ല. അപ്പോൾ കലശമൊക്കെ കണ്ട് എല്ലാവരും ചന്തയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും വാങ്ങിയിട്ടോ ഈ തിരക്കിൻ്റെ ഇടയിലും കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.